ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ചൈനയിലാണ്. നമ്മൾ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഈ 7 ലോകമഹാത്ഭുതങ്ങളിലൊന്നായ ലോകത്തിലെ ഏറ്റവും നീളമേറിയ മനുഷ്യനിർമ്മിത മതിലാണ് ചൈന വൻമതിൽ. അവിടേക്കാണ് നമ്മൾ ഇന്നത്തെ യാത്ര. അങ്ങനെ നമ്മൾ കപ്പലിൽ നിന്ന് ഇറങ്ങാണ്. ഇവിടുന്ന് അവിടേക്ക് എത്താൻ വേണ്ടി 1 മണിക്കൂറിൻ്റെ വഴിയുണ്ടെന്നാണ് ടാക്സി ഡ്രൈവർ പറഞ്ഞത്. അപ്പോൾ താഴെ ടാക്സി ഡ്രൈവർ നമ്മളെ വെയിറ്റിംഗ് ആണ്. ഇവിടെ നമ്മളെ കപ്പൽ സോയാബീൻ ഡിസ്ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്ത് മൊത്തം പൊടിയാണ്, പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ ഓറഞ്ച് കളർ കാണുന്നതാണ് ക്രെയിൻ. ആ ക്രെയിൻ കൊണ്ടാണ് നമ്മളെ ഷിപ്പിലുള്ള കാർഗോ മൊത്തം അവർ ഡിസ്ചാർജ് ചെയ്യുന്നത്. ഇതാണ് നമ്മളെ കപ്പൽ. അങ്ങനെ നമ്മൾ കപ്പലിനോട് ടാറ്റയും പറഞ്ഞ് നേരെ ടാക്സിൻ്റെ അടുത്തേക്ക് നടന്നു. അങ്ങനെ നമ്മൾ നേരെ ടാക്സിയിലോട്ട് കയറി. ഇനി പുറത്ത് പോകണമെങ്കിൽ നമുക്ക് ഇമിഗ്രേഷൻ നിർബന്ധമാണ്. അപ്പോൾ ഇമിഗ്രേഷൻ ചെയ്യാൻ വേണ്ടി ഇമിഗ്രേഷൻ ഓഫീസറൊന്നും അവിടെ വന്നിട്ടില്ല. ഒരു ഏജൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഏജൻറ്റ് എല്ലാം ഫോട്ടോ എടുത്ത് നമ്മളെ പാസ്പോർട്ടിൻ്റെ കോപ്പിയുടെ ഫോട്ടോ, പിന്നെ നമ്മുടെ ഷോർ പാസ് ഉണ്ട്, അതിനെല്ലാം കോപ്പി എടുത്ത് അവർക്ക് അയച്ചു കൊടുത്തിട്ട് നേരെ നമ്മൾ പുറത്തേക്ക് പോയി. അങ്ങനെ ഇവിടുന്ന് ടാക്സിയിൽ 1 മണിക്കൂറിൻ്റെ ദൂരം ഉണ്ടെന്നാണ് പറഞ്ഞത്. നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ അവർ എന്ന് വെച്ചാൽ അവിടെ ടിക്കറ്റൊക്കെ ഉണ്ട്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പൈസ ഒക്കെ വേണം. പിന്നെ എന്തെങ്കിലും ഫുഡ് ആക്കാൻ വേണ്ടിയിട്ടും അല്ല അവിടെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചൈനീസ് മണി ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഡോളർ കൊടുത്ത് ചൈനീസ് മണി ചേഞ്ച് ചെയ്തു. ചൈനയിൽ ഡോളർ വരെ എടുക്കില്ല. നമുക്ക് ഇൻ്റർനാഷണൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉണ്ടെങ്കിൽ നമുക്ക് കാർഡ് വഴി പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലാതെ ഡോളർ വരെ എടുക്കില്ല. അതുകൊണ്ടാണ് ചേഞ്ച് ചെയ്യുന്നത്. ഞാൻ $50 ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. കാരണം വെച്ചാൽ എനിക്കൊരു പ്രാവശ്യം പണി കിട്ടിയതാണ്. ചില നമ്മളെ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള ക്യാഷ് അവർ തിരിച്ചെടുക്കില്ല. അതുകൊണ്ട് ഞാൻ $50 മാത്രമേ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളവിടെ ഇറക്കി ടാക്സിക്കാരൻ പോയി. ടാക്സിക്കാരൻ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ എല്ലാം കഴിഞ്ഞ ശേഷം അയാളെ വിളിച്ചാൽ മതി, അയാളെ അവിടെ നിന്ന് പിക്ക് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്പറൊക്കെ തന്നു. നമ്മളങ്ങനെ ഉള്ളിലോട്ട് നടക്കുകയാണ്. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഒരുപാട് മരങ്ങളുണ്ട് ഇവിടെ, പക്ഷെ ഒന്നിനും ഇലകളൊന്നും ഇല്ല. ആ തണുപ്പ് കാരണമായിരിക്കും, ഇവിടുത്തെ ഒരു കാലാവസ്ഥ കാരണമായിരിക്കും അങ്ങനെ ഉണ്ടാവുമെന്ന് തോന്നുന്നു എനിക്ക്. ആൾക്കാർ പൊതുവെ കുറവാണിന്ന്. ഇതാണ് എൻട്രൻസ് ഗേറ്റ്. നമ്മൾ ഇതിനകത്തേക്ക് പോകാൻ വേണ്ടി നമുക്ക് ടിക്കറ്റ് എടുക്കണം. അങ്ങനെ നമ്മൾ പുറത്തത്തെ കാഴ്ചകളൊക്കെ കണ്ട് ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. 40 യുവാനാണ് അവിടെ, ചൈനീസ് ലോക്കൽ മണിയാണ്. 40 യുവാൻ എന്ന് പറയുമ്പോൾ $6 വരും. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് വന്നപ്പോൾ ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ്. അങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന്. ആ മേലെ വര പോലെ കാണുന്ന ആ സ്ഥലത്തേക്കാണ് നമുക്ക് എത്താനുള്ളത്. ഇവിടുന്ന് അവിടേക്ക് എത്താൻ വേണ്ടി 500 മീറ്റർ വരെ നടക്കണം എന്നാണ് പറഞ്ഞത്. നല്ല അടിപൊളി റോഡാണ്. അതുപോലെ നല്ല വെയിലുണ്ട്, പക്ഷേ തണുത്ത കാറ്റ് കാരണം ഒന്നും ഏശുന്നില്ല.
ഇന്നിവിടെ വലിയ ആൾക്കാരൊന്നും കാണില്ല, പക്ഷെ നടന്നൊരു വിധമായി. മുകളിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു ഹോട്ടൽ സെറ്റപ്പ് മാതിരി ഒരു സെറ്റപ്പ് ഉണ്ട് അവിടെ. ഹോട്ടലാണ് ആക്ച്വലി അത്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഫുഡൊന്നും അവിടെ കിട്ടില്ല, ഇവരെ ലോക്കൽ ഫുഡാണ് ഇവിടെ കിട്ടുക. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതാ ഒരു ചെറിയൊരു ഹോട്ടൽ തട്ടുകട മാതിരിയാണ് ഇവിടെ ഉള്ളത്. അവർ ചൈനീസ് ഫ്ലാഗൊക്കെ വെച്ചിട്ട്. പിന്നെ ഇവിടുത്തെ മരങ്ങളൊക്കെ ഒരു പ്രത്യേകതരം ഷേപ്പാണ്. താഴെ തന്നെ ഒരു വേര് മാതിരി ഇങ്ങനെ വന്നിട്ട് ഒരു പ്രത്യേകതരം ഷേപ്പ്. ഇവിടുത്തെ കാലാവസ്ഥ കാരണം അങ്ങനെ ഉണ്ടാകുന്നതാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ നമ്മൾ നടന്ന് ചൈന വൻമതിലിൻ്റെ എൻട്രൻസിലോട്ട് എത്തി. ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചല്ല ഇവിടം വരെ വരാൻ പറ്റുമെന്നത്. കയറുമ്പോൾ തന്നെ നമുക്ക് 2 പറവരുടെ പ്രതിമ കാണാം. അതിൽ തലയൊക്കെ വെച്ച് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. നമ്മൾ മെല്ലെ മുകളിലോട്ട് നടന്നു. നമുക്ക് വൻമതിലിൻ്റെ ചരിത്രം നോക്കിയാലോ. 7 ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നാണ് ചൈന വൻമതിൽ. ഏകദേശം 21,000 കിലോമീറ്റർ വരെ നീണ്ടു കിടക്കുന്ന വൻമതിൽ ലോകത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ മനുഷ്യനിർമ്മിത മതിൽ കൂടിയാണ്. ഈ മതിൽ നാട്ടിലൂടെയും കാട്ടിലൂടെയും മലകളിലൂടെയും കടന്നുപോയി അവസാനിക്കുന്നത് കടലിലാണ്. അധിനിവേശത്തെ തടയുന്നതിനും ചൈനീസ് സാമ്രാജ്യത്തെ സംരക്ഷിക്കാനുമായി നിർമ്മിച്ച ഈ മഹത്തായ പ്രതിരോധ ഘടന 2000-ലധികം വർഷങ്ങളുടെ പ്രയത്നമാണ്. 1579 മിങ് രാജവംശ കാലത്താണ് ഈ മതിലിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് മുകളിലെത്തുമ്പോൾ ഇവിടെ 2 പ്രതിമകൾ കാണാം. പിന്നെ ഒരു വിശ്രമ മുറിയും അവിടെ കാണാൻ സാധിക്കും നമുക്ക്. ആരെ പ്രതിമ ഒന്നും അറിയില്ല, പക്ഷെ താഴെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചൈനീസാണത്. അങ്ങനെ നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ മുകളിലോട്ട് നടക്കാനുള്ള പ്ലാനാണ്. ഇനി മുകളിലോട്ട് കയറി ചെല്ലാൻ കുറേ സ്ഥലം ബാക്കിയുണ്ട്. അങ്ങനെ പരന്ന് കിടക്കുകയാണ് സ്ഥലം, പക്ഷേ കയറാനുള്ള സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുകളിൽ എൻഡിലൊരു സ്ഥലമുണ്ട്, പാറയുടെ മുകളിൽ. അവിടെ വരെ ഇന്ന് കയറാനുള്ള പ്ലാനാണ് നമ്മൾ. നോക്കാം എവിടം വരെ എത്തുന്നു നോക്കാം. മുകളിൽ കയറാൻ വേണ്ടി സ്റ്റെപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ നോക്കാം എത്തുവരെ കയറാൻ പറ്റുമെന്ന്. അതുവരെ കയറാം നമുക്ക്. ഈ കല്ലൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേകതരം കല്ലാണിത്. അതിൻ്റെ ഇടയിൽ തേച്ചിരിക്കുന്ന സിമെൻറ്റോ കാര്യങ്ങളൊന്നും അല്ല, അത് വേറെ തന്നെ എന്തോ ഒരു സാധനമാണത്. ഓരോ 500 മീറ്റർ മുകളിൽ കയറുമ്പോഴും എന്തോ ഒരു വിശ്രമ മുറി പോലത്തെ ഒരു മുറിയാണ്. നിങ്ങൾക്കിത് ഇവിടെ ഉണ്ട് അങ്ങനത്തെ ഒരു ഇത്. അത് നേരത്തെ കണ്ട നമ്മൾ ചെറിയതാണ്, പക്ഷേ ഇത് വലുതാണ്. എല്ലാം ഡോറൊക്കെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്, അതിൻ്റെ അകത്തേക്കൊന്നും കയറാൻ പറ്റില്ല. ഇവിടെ കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അവിടെ എന്തോ ഒരു സ്ഥലമുണ്ട്, എന്താണെന്നറിയില്ല, ഒരു ഗുഹ പോലുള്ള സ്ഥലമാണ്. അത് മൊത്തം ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അവരെ. നമ്മൾ കുറച്ച് മുകളിലോട്ട് എത്തും, കുറച്ച് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക്. എനിക്ക് തോന്നുന്നത് ഇത് പുതുതായിട്ട് ടൂറിസ്റ്റിന് വേണ്ടി ഉണ്ടാക്കിയതാവാനാണ് സാധ്യത. കാരണം വെച്ചാൽ നമ്മൾ മുകളിൽ കയറുമ്പോൾ പിടിച്ച് കയറാനുള്ള ഹാൻഡിലോ കാര്യങ്ങളോ ഒന്നുമില്ല. ഷൂ ഭയങ്കരമായിട്ട് സ്കിഡാവുന്നുണ്ട്, കാല് വെക്കുമ്പോൾ തന്നെ നമ്മൾ തെന്നിപ്പോകുന്നുണ്ട്. അപ്പോൾ അത് കാരണം ചിലപ്പോൾ ഇവർ പുതിയതായിട്ട് സ്റ്റെപ്പ് പണിതിട്ടുണ്ടാവാനാണ് സാധ്യത. താഴെ നോക്കുമ്പോൾ തന്നെ തല കറങ്ങുന്നുണ്ട്, അത്രയ്ക്കും ഹൈറ്റിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് മൊത്തം സിറ്റിയും കാണാൻ പറ്റും. ആ ഒരു കാലഘട്ടത്തിൽ ഒരു ടെക്നോളജിയും ഇല്ലാത്ത സമയത്ത് എങ്ങനെയായിരിക്കും ഇവർ ഈ കല്ലൊക്കെ താഴേന്ന് മുകളിലോട്ട് ഈ മലയുടെ മുകളിലോട്ട് എടുത്തുകൊണ്ട് വന്നതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ നമ്മൾ മുകളിലോട്ട് എത്തിയപ്പോൾ ഒരു കടയുണ്ട്. ഇവിടെ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉള്ള ഒരു ചെറിയൊരു കടയുണ്ട്.
ഇവിടെ ഒരുവിധം എല്ലാ സ്ഥലത്തും ക്യാമറ ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ അവിടെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെയും മുകളിലോട്ട് കയറാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ കയറി ഏറ്റവും ടോപ്പിലെത്തി. ഇനി കുറേ വഴിയുണ്ട്, ഇനി അങ്ങോട്ടും കുറേ വഴിയുണ്ട്, പക്ഷെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം സമയമില്ല. കുറേ വൈകി, ഇപ്പം തന്നെ കുറേ വൈകി. തിരിച്ചിറങ്ങുന്നത് ഓർക്കുമ്പോൾ തന്നെ പേടിയാവണം, കാരണം വെച്ചാൽ കയറിയ പോലെയല്ല താഴോട്ട് ഇറങ്ങുന്നത്, ഭയങ്കര റിസ്ക്കാണ്. ഇതുവഴി കയറിയാൽ അങ്ങോട്ട് പോകാൻ പറ്റും, നമുക്ക് മലയുടെ അപ്പുറത്തേക്ക് പോകാൻ പറ്റും. പക്ഷെ ഇപ്പോൾ സമയമില്ല, ഒരുപാട് വൈകി. എനിക്ക് തിരിച്ച് ഷിപ്പിലിട്ട് പോകാനുള്ളതാണ്.